എഫേസ്യ ലേഖനം 3:20-21 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തോട് നാം എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാറുള്ളത്? യേശുക്രിസ്തു പഠിപ്പിച്ചത് ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെയും പിതാവ് ചെയ്തു തരും എന്നവിടുന്ന് വാഗ്ദത്തം തന്നിട്ടുണ്ട്. മക്കൾ അപ്പം ചോദിച്ചാൽ മാതാപിതാക്കൾ അവർക്ക് തിന്നാൻ കല്ല് കൊടുക്കുകയില്ല എന്നതുപോലെ പിതാവായ ദൈവം നല്ല ദാനങ്ങളെ മാത്രമേ തൻ്റെ മക്കൾക്ക് കൊടുക്കുകയുള്ളൂ. ഇതെല്ലാം വ്യക്തമാക്കുന്നത് നാം നല്ല ആഗ്രഹത്തോടെ ആവശ്യബോധത്തോടെ ദൈവപിതാവിനോടാണ് ചോദിക്കുന്നത് എന്ന തിരിച്ചറിവോടെ നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മുടെ അറിവിൻ്റെ കുറവ് കൊണ്ട് നാം ചോദിക്കുന്നത് ശരിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടെ നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് നല്ലത് മാത്രമേ നൽകുകയുള്ളൂ. അസാധ്യമായി ദൈവത്തിനൊന്നുമില്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചെങ്കിൽ ഇന്ന് വായിച്ച വാക്യത്തിൽ ദൈവത്തോട് നാം ചോദിക്കുന്നതിനേക്കാൾ അധികം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, അത് ദൈവശക്തിയാണ്, പരിശുദ്ധാത്മശക്തിയാണ്, ചെയ്യാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ചാണ് കാണുന്നത്. ചോദിക്കുന്നതിൽ മാത്രമല്ല ചിന്തിക്കുന്നതിലും എന്ന് പൗലോസ് ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിച്ചത് മാത്രമാണ് ദൈവം ഇന്നുവരെ നൽകിയതെങ്കിൽ, ചിന്തിച്ചതുപോലെ മാത്രമാണ് ദൈവം ഇതുവരെ പ്രവർത്തിച്ചതെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്നതും അനുഭവിക്കുന്നതുമായ ആത്മീയ ഭൗതിക നന്മകൾ, അനുഗ്രഹങ്ങൾ എന്തെല്ലാം നമുക്കുണ്ടാകുമായിരുന്നു? നാളെ എന്തെല്ലാമാണ് മതിയായതെന്ന് ചിന്തിക്കാൻ സാധാരണക്കാരായ നമുക്ക് പരിമിതിയുണ്ട്. എന്നാൽ സർവജ്ഞാനിയായ ദൈവം നമുക്കുള്ളപ്പോൾ അതോർത്ത് വിഷമിക്കേണ്ടതില്ല. നമുക്കറിയാവുന്നതും ചിന്തിക്കാൻ കഴിയുന്നതുമായ വിധത്തിൽ ചോദിച്ചാൽ മതി. എന്നാൽ സർവമഹത്വത്തിൻ്റെയും അധിപതിയായ ദൈവം അതിനേക്കാളെല്ലാം അപ്പുറം തൻ്റെ ശക്തി നമ്മിൽ വ്യാപരിപ്പിച്ച് തൻ്റെ ഹിതം നന്നായി ചെയ്യാൻ നമ്മെ ശക്തരാക്കും. ഈ വാഗ്ദത്തത്തിന് നന്ദി അർപ്പിക്കാം. ഗോഡ് ബ്ലസ് യു.